അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ്?
എന്ന് അപ്പോസ്തലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്. അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവേ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Lord, infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. പ്രഭാഷകൻ 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ഒരു രസം ഈ വചനങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫേൽ എന്ന് പറഞ്ഞൊരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കലാപ്പെന്ന് പറയുന്നത് അവളുടെ അവളൊരു സുവോളജിസ്റ്റാണ്. അപ്പോൾ അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിന് ഒരു പരിധിയുണ്ട് അത് ഡെവലപ്പ്. അപ്പോൾ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അവർക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. അപ്പോൾ എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിനകത്ത് തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിൻ്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. ഇപ്പം ഈ തുലാമാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും.
അപ്പോൾ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് കത്തണത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നിടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേഘടമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുകയും വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവിട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പോൾ ഇടിവിട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുക എന്നുള്ള രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 18ാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി റെജി. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. എനിക്ക് 18ാമത്തെ പുതുക്കലിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 8ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അതിന് എൻ്റെ എതിർ പാർട്ടി എൻ്റെ പ്രബലയായ ഒരു മിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നേരിടേണ്ടതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുണ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാവരും പറഞ്ഞു അവർ 35 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, അമ്മ തന്നെ എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് എണ്ണി അന്നേരം ഒരു ന്യൂസ് വന്നു, ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ പുറകോട്ട് പോയി എന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ അമ്മ 50 വോട്ട് നൽകി എന്നെ രക്ഷിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് നന്ദി എന്ന്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, അവരെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് പണമായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അല്ല തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് പള്ളിയിൽ പോകും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. അതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഹുസോയം മേടിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും ഞാൻ കണ്ണീരോടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹുസോയം മേടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുർബാന അനുഭവിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എൻ്റെ നിത്യതയിലേക്ക് വരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡെയിലി ബ്രെഡ് ഇന്നും ഞാൻ അത് 5:30 കൂടും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധ്യാനം, ഞാൻ സാക്ഷ്യം, ഇതുപോലെ എല്ലാം ഷെയർ ചെയ്യും. ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ ഞാനത് എന്നും കേൾക്കും, അതങ്ങനെ ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാക്ഷ്യം കേൾക്കുന്നതിനും സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിനുള്ളൊരു കൃപ. പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവൾ പറയും. എൻ്റെ പേര് ചിത്ര മരിയ റെജി. ഞാൻ 2025 മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 6 വർഷത്തോളം എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം പോയതിന് ശേഷം, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോഴും തണുപ്പ് വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പായിട്ട് വരുമായിരുന്നു. എൻ്റെ എനിക്ക് പെയിൻ അല്ലായിരുന്നു, പക്ഷേ ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ പസ് വന്നതും അതൊരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും 4 ഡോക്ടറിനെ കണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡോക്ടർ അതൊരു സർജറി വേണം, ചിമ്പാനത്തിൽ ഹോൾ വന്നിട്ടുണ്ട്, ആ സർജറി ഇല്ലാണ്ട് അത് അടയില്ല എന്ന് എനിക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു മേജർ സർജറിയാണ്, അതിനനുസരിച്ചിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്നേരം ആ സർജറി വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ
എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അമ്മയുടെ, എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, റൈറ്റ് ഇയറിനായിരുന്നു. അപ്പോൾ അമ്മയുടെ റൈറ്റ് സൈഡിൽ അമ്മ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വീണ്ടും വന്നു. എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ സമയമായിരുന്നു അത്. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു, ധൈര്യത്തോടെ ഇരുന്നോ, മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ചെവിയിൽ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അമ്മയുടെ ചെവിയിലാണെങ്കിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്രയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാൻ 3 വർഷമായി, എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം വന്നിട്ടില്ല, ഇന്നേ വരെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ മുങ്ങിക്കുളിച്ചു, ഞാൻ കാറ്റടിച്ചു, തണുപ്പടിച്ചു, ഇന്നേ വരെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല സർജറിക്ക് വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എൻ്റെ നഴ്സിങ്ങിന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു. ഫോർത്ത് ഇയറിലാണെങ്കിൽ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവർ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എനിക്ക് ഫോർത്ത് ഇയർ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര യൂറിനേഷൻ വന്നു. അപ്പം എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം ടൈമിൽ ഞാൻ വാഷ്റൂമിൽ പോയതായിട്ടോ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ കളഞ്ഞിട്ടില്ല, അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഫോർത്ത് ഇയർ എനിക്ക് പോകേണ്ട വന്നു. അത്രയും എൻ്റെ സമയം അവിടെ വേസ്റ്റായി. എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ മാതാവ് ഈ 4 വർഷം എനിക്ക് ക്ലാസ് ഫസ്റ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പോരാൻ നേരത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും ബെസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനുള്ള അവാർഡും എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ മെറിറ്റും കൊണ്ടല്ലാതെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ വെറും സീറോയാണെന്നാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറ്. മാതാവ് എന്നെ അനുഗ്രഹിച്ചേക്കണം, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ അത്രയും അനുഗ്രഹിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കരഞ്ഞിറങ്ങി, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നോക്ക്, മാക്സിമം നോക്ക്, പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഞാൻ 8 മാസം എടുത്ത് ജർമ്മൻ പഠിച്ചു. അതിൽ B2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു കഴിവില്ല. ഞാൻ മോഡൽ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ തോറ്റുപോയിരുന്ന സബ്ജക്റ്റുകളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം അതുപോലെ തന്നെ തൈലും ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ആ ഉപ്പ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരുന്നു. എൻ്റെ എക്സാം ഹോളിലേക്ക് ഞാൻ അത് കയറ്റി. ഞാൻ അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ തേച്ചിരുന്നു. അത് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ഞാൻ അത് കുരിശ് വെച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല എനിക്കിന്ന് കിട്ടിയേക്കണ അനുഗ്രഹം. ഞാൻ ഇന്ന് B2 വരെ കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് അത്രയും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിൻ്റെ കൃപയാൽ. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യും. അത് എല്ലാ ജാതി മത ഭേദമന്യേ ഞാൻ വിതരണം ചെയ്യും. അതുപോലെ ഇവിടുത്തെ കാശുരൂപം, അതുപോലെ തേൻ, ഉപ്പ്, ഇതെല്ലാം ഞാൻ ആദ്യം പരീക്ഷ എഴുതണവർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അസുഖക്കാർ വരും, ഒരു പ്രാവശ്യം പോയിട്ട് കൊണ്ടുപോകണവരെല്ലാവരും രണ്ടാമതും വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാൽ ഞാൻ ഇനി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് അവർക്ക് മേടിച്ചുകൊണ്ടേ കൊടുക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിന്നത്. പിന്നെ അച്ഛൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യും, ജീവവചസ്സുകൾ ഷെയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തിയും ഞാൻ എൻ്റെ കഴിവ് പോലെ എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. എല്ലാത്തിനും എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര, ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമേ തന്നെ ദൈവമാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 20 മെയ് 2025 അന്ന് ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും, ഉടമ്പടിയുടെ റൂൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു.
ഹോൾ ടിക്കറ്റ് വന്നിട്ട് ശേഷം ഇവിടെ അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം വാങ്ങി. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് ഇവിടെ ഞാൻ എക്സാം പാസ്സായി എന്നുള്ളൊരു പാസ്ഡ് എന്ന് പറയുന്ന ഒരു സീലടിച്ച് കിട്ടുന്ന പോലെ മമ്മിക്ക് അൾത്താരയിൽ തോന്നി. അതിനോട് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം ആയി. എക്സാം ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് ഉപ്പും എല്ലാം നല്ല വിശ്വാസത്തോടെ ഞാൻ പരീക്ഷ ഹാളിൽ പോയി. മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് അവിടെ അനുഭവിക്കാൻ പറ്റി. കാരണം ഉത്തരങ്ങൾ അറിയാത്തത് പോലും മാതാവിൻ്റെ എനിക്കത് പറഞ്ഞു തന്ന് അത് ശരിയാണ്, നീ അത് ചെയ്യുന്ന രീതിയിൽ മാതാവിൻ്റെ കൂടെ ഇരുന്നു. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്. അപ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം വെച്ച് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ നല്ല റിസൾട്ട് ആയിരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്കാണെങ്കിൽ മാതാവിൻ്റെ ഒരു മെസ്സേജ് കിട്ടി. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ സഹായം ചോദിച്ചു വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്കൊരു മെസ്സേജ് കിട്ടി. ഞാൻ നമ്മുടെ ഈ അനാഥാലയത്തിലോ ഉള്ള ഗാന്ധി ഭവനിലോ ഒക്കെ പോയി കാരുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് മാതാവ് ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ ചേച്ചി അത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒക്ടോബർ 29 വൈകിട്ട് ഈ ഒരു കാരുണ്യപ്രവർത്തി ഞാൻ ഗാന്ധി ഭവനിൽ പോയി അവിടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അരിയും പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. 48% മാർക്കാണ് പാസ്സാവാൻ വേണ്ടുന്നത്. 50% മാർക്കോടുകൂടി ഞാൻ സെറ്റ് എക്സാം ഞാൻ പാസ്സായി. മാതാവിൻ്റെ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ പരീക്ഷ, ഇതും ഞാൻ കൂട്ടിയ മാർക്കിനേക്കാളും ഒരുപാട് മാർക്ക് കൂടുതൽ മാതാവ് എനിക്ക് തന്നു. അങ്ങനെ കേറ്ററ്റിൻ്റെ എക്സാമും ഞാൻ വളരെ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. മാതാവിനും തിരുക്കുമാരനും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ലി ജോൺ. ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ്. മെയ് മാസത്തിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി വരുന്നത്. മെയ് 8 ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചു. ആദ്യമായി ഞാൻ സമർപ്പിച്ച നിയോഗം ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്രസ് എടുത്തതിന് ശേഷം എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ശരിക്കും ആ രോഗം എന്നെ അലട്ടി. പല മരുന്നുകളും പിന്നീട് പിടിക്കാതെയും, അതായത് എപ്പോഴും അസുഖം വരികയാണ്. ഞാനൊരു ടീച്ചറാണ്. എപ്പോഴും ഈ അസുഖം എനിക്ക് വരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഈ നിമിഷം വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. മെയ് മാസത്തിലായിരുന്നു അത്. പിന്നെ ഞാൻ ഒരു ടീച്ചറാണ്. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് കൊറോണ വന്നിരുന്നു. കൊറോണയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല, എന്തോ ഒരു ശ്വാസം മുട്ടല. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ പാട്ട് പാടാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പോലും പറ്റില്ല. നിശബ്ദമായി ചെയ്യാൻ പറ്റും, ശബ്ദത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശ്വാസം മുട്ടൽ. എവിടെയാ, ശ്വാസകോശത്തിലാണോ വയറ്റിലാണോ എവിടെയാണ് ആ ശ്വാസം മുട്ടലെന്ന് അറിയാൻ പറ്റുന്നില്ല. ശരിക്കും ശ്വാസം മുട്ടൽ. ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചു, ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തു. എനിക്ക് എൻ്റെ അസുഖം കുറയുന്നില്ല. ചുമയും ഉണ്ട് അതിൻ്റെ കൂടെ, അതിഭയങ്കരമായ ചുമ. അസുഖം മാറുന്നില്ല. അവസാനം ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ വെച്ചു, എൻ്റെ ശ്വാസം മുട്ടലെടുത്ത് മാറ്റണേന്ന്, എൻ്റെ റെസ്പിറേറ്ററി പ്രോബ്ലം എടുത്ത് മാറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. ഞാൻ അതിനുശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് ഡോക്ടേഴ്സ് കുറിച്ച മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ആവി പിടിക്കുന്ന മരുന്നൊഴിച്ച് ആവി പിടിക്കുന്ന ഞാൻ ചെയ്ത് നമ്മുടെ വിശുദ്ധ ഉപ്പ്, നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് ശകലമിട്ട് അങ്ങനെയാണ് ഞാൻ ആവി പിടിച്ചത്. അത് മാത്രം ഞാൻ മരുന്നായി ഉപയോഗിച്ചു. ഞാൻ പിന്നീട് ഡോക്ടർ തന്ന മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ആ മരുന്ന് ഉപയോഗിക്കത്തില്ല, അമ്മ എൻ്റെ അസുഖം എടുത്ത് മാറ്റണമെന്ന്. ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചില്ല. നമ്മുടെ ഇവിടുത്തെ അഖണ്ഡ ജപമാല ദിവസം ഒക്ടോബർ 25 ഇവിടെ വന്ന് അഖണ്ഡ ജപമാല നടത്താൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ മോളും കൂടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് ജപമാല ചൊല്ലി, വീടിൻ്റെ മുറ്റത്തുള്ള ഇടവഴിയിലൂടെ നടന്ന് ജപമാല ചൊല്ലി. മാതാവേ, ആ ഒരു ദിവസത്തിന് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. എനിക്ക് തണുത്ത ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ തണുത്ത ആഹാരവും കഴിക്കുന്നുണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് പറ്റുന്നു. ഇപ്പോൾ ആ ശ്വാസം മുട്ടൽ അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം, പത്രം, വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പത്രം തീരുന്നുവെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും എന്നോട് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ അനാഥാലയങ്ങൾ ഞാൻ മോളും കൂടി പോയി സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായന, ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ
ബൈബിൾ വായന എല്ലാം ഞങ്ങൾ തിരികത്തിച്ച് പ്രാർത്ഥന എല്ലാം കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഒരു പൂർണ്ണ കുമ്പസാരം നടത്താൻ തന്നെ ഈ ആലയത്തിൽ വന്നാണ് എനിക്ക് സാധിച്ചത്. എനിക്ക് മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. മാതാവ് അങ്ങ് കൂടെയുള്ളതുപോലെ അങ്ങ് കൂടെ നടക്കുക, എല്ലാം അത് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യേണ്ട, ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നതിന് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവമാണ് എനിക്ക്. എൻ്റെ മാതാവിന് എല്ലാം ഒരുപാട് നന്ദി പറയുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. ഞാനിപ്പം BSc നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അതായത് മർച്ചൻ്റ് നേവിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലുന്നതും ഞാനും അമ്മയുടെ കൂടെ പോയി ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ ഒബ്വിയസ്ലി അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഞാൻ അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല ആൻഡ്രി, നീ പ്രാർത്ഥിക്കുക എന്നോട് പറയുമായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ കൂടെ രാവിലെയും ചെല്ലും, അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കുരിശുവര കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ +2 എക്സാംസ് വന്നു. അപ്പോഴും അമ്മ എനിക്ക് ഉപ്പും തൈലവും എല്ലാം അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടും ഉപ്പ് എക്സാം ഹോളിൽ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി എക്സാം ഹോളിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ കയറിയതും. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല എൻട്രൻസ് എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ കോളേജിൽ കയറുന്നു, എനിക്ക് മാത്രം ഒന്നും ആവുന്നില്ല. ഞാൻ പല എക്സാംസ് എഴുതുന്നുണ്ട്, പക്ഷേ ചിലതൊക്കെ കിട്ടി, പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ അത് തോന്നുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അങ്ങനെ ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു നേവിനെ പറ്റി അറിയുന്നത്, മർച്ചൻ്റ് നേവിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും അറിയാം, മർച്ചൻ്റ് നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. അപ്പം എനിക്കും ഭയങ്കര ഇതായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിത് മതി എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ ആകെയുള്ളൊരു ഫസ്റ്റത്തെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മർച്ചൻ്റ് നേവി കയറണം, എനിക്ക് യൂണിഫോം ഇടണം. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മർച്ചൻ്റ് നേവിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ IMUCT ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈസൻസ് എടുത്തു. അപ്പം ചെറിയൊരു ആഗ്രഹം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ലൈസൻസ് എടുക്കണം, എനിക്കും കാർ ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് വെച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല. എല്ലാവരും പിന്നെ അഡ്മിഷൻസൊക്കെ എല്ലാ സ്ഥലത്തും ക്ലോസ്ഡായി. എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നോക്കി തൃശ്ശൂർ ഇങ്ങനെ എൻ്റെ എൻട്രൻസ് അക്കാഡമി ഉണ്ട്, ഞാൻ അവിടെ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത് കിട്ടുമോ, നിനക്ക് കിട്ടിയാലും ലൈഫ് എങ്ങനെ ശരിയാവുക, 6 മാസം കപ്പലിൽ, 6 മാസം പിന്നെ വീട്ടിൽ വരാം, ഇതെങ്ങനെയാണ് ഫാമിലി ലൈഫ് ആണെങ്കിൽ എങ്ങനെ ശരിയാവുക, എല്ലാവർക്കും നെഗറ്റീവ് കമൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് മാതാവ് തരും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചു, ലൈസൻസ് എടുക്കാൻ വേണ്ടി സമ്മതിച്ചു. ഞാൻ ലൈസൻസ് എടുത്തു. അതും എൻ്റെ കാറിൻ്റെ റോഡ് ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി, 2ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം വണ്ടി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാർ വന്ന് എന്നോട് പറഞ്ഞു, ആൻഡ്രി നീ പാർക്ക് ചെയ്തത് വളരെ തെറ്റായിട്ടാണ്, ഇങ്ങനെയല്ല പാർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഫെയിലാക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കാത്തോണ്ട് ഇനിയും ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് ഇനി റീടെസ്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്കിനി ടൈമില്ല എന്നുള്ള ഇത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുക, എൻ്റെ ഇപ്പുറത്ത് എൻ്റെ സാർ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ സാർ എന്ത് ചെയ്യും. അപ്പോൾ സാറിൻ്റെ ഇവിടെ റെഡ് പെന്നുണ്ട്, ഗ്രീൻ പെന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഗ്രീൻ എടുക്കണേ. ബട്ട് ആദ്യം സാർ എടുത്തത് റെഡായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ഫെയിലായെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഗ്രീൻ എടുത്ത് ഞാൻ പാസ്സായിരുന്നു. ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങി. കാർ ഓടിക്കുമ്പോഴാണെങ്കിലും സ്കൂട്ടർ ഓടിക്കുമ്പോഴാണെങ്കിലും പല സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കങ്ങനെ ഞാനത്ര പ്രോ ഒന്നായിരുന്നില്ല. സോ പല സിറ്റുവേഷൻസും എൻ്റെ കൈവിട്ട് പോയ സിറ്റുവേഷൻസ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആണെങ്കിൽ എന്നെ കാത്തത് മാതാവ് മാത്രമാണ്. എൻ്റെ കയ്യിൽ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം, തൈലം, ഉപ്പ് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ എനിക്ക് പല സിറ്റുവേഷൻസിലും വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് മാതാവ് എന്നെ കാത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാവരും സമ്മതിച്ചു.
ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, നീ തൃശ്ശൂർക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ പോർഷൻസൊക്കെ കഴിഞ്ഞു, റിവിഷൻ തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ പോയത്. അപ്പം അവിടെ പോയ സമയത്താണെങ്കിലും എൻ്റെ ഹോപ്പ് പിന്നെയും പോവുക. കാരണം പോർഷൻസ് എല്ലാം എടുത്ത് കഴിഞ്ഞു, റിവിഷൻ തുടങ്ങി. സോ നമ്മൾ +2 ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പം അത് തന്നെ ഞാൻ അത്ര കാലിബറുള്ള കുട്ടിയൊന്നുമല്ല. അപ്പം സ്റ്റേറ്റ് സിലബസ് തന്നെ കഷ്ടിച്ചാണ് ഞാൻ അതും മാതാവിൻ്റെ കൂടെ നിന്നിട്ടാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്, ഞാൻ പാസ്സായതും. അപ്പം ആ ഒരു ബേസിൽ ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പം എനിക്കൊരു ക്ലാസ്സും കിട്ടിയിട്ടില്ല. റിവിഷൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അതും കിട്ടുന്നില്ല, എനിക്ക് അവരോട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മേ ബി ആ സമയത്തായിരിക്കണം കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ആദ്യം കുഴപ്പമായിരുന്നു, എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഞാൻ രാവിലെ എണീക്കുമോ. പക്ഷെ അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു. ഞാൻ പോയ സ്ഥലത്താണ് ഞാൻ നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞാൻ നിന്നൊരു ഹോസ്റ്റലിലാണെങ്കിലും എനിക്ക് അവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു, അടുത്തടുത്ത് വേറെ പള്ളികളുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇൻ കേസ് എണീറ്റില്ലെങ്കിലും എനിക്ക് അപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണാൻ പറ്റുമായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് അവിടെ കുമ്പസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ കുറേ വളരാൻ പറ്റി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുറംവേദന വരിക. ഇപ്പം പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ ജൂബിലി അടുത്താണ്, അപ്പോൾ ജൂബിലിയിൽ പോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജൂബിലിയിലെ ഓർത്തോനെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു ഓക്കെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത ഡോക്ടർ നമുക്കൊന്ന് MRI കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി, ദൈവമേ ഇതിപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണല്ലോ എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ MRI എടുത്തു. MRI എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു ബൾജ് ഉണ്ട് എനിക്ക് ബാക്ക് ബോണിൽ, L2-ലും L3-ലും എനിക്ക് ബൾജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ബെൽറ്റ് ഇടണം, അതേപോലെ തന്നെ അധികം നേരം ഇരിക്കാൻ പാടില്ല, 20 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കണം, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, ഫിസിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും നാളും നോർമലായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഭയങ്കര ബെൽറ്റ് ഇട്ടിട്ട് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്കറിയാൻ ഭയങ്കര പാടാണ്. നമുക്കൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റായിട്ട് ഇടണം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോഴും എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം തേക്കുന്നുണ്ടായിരുന്നു, ഉപ്പ് സേവിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്നെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് പിന്നെ തലവേദന വരുന്നു. അപ്പം തലവേദന വരുമ്പോഴാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് BP കുറയാം. അപ്പം ഞാൻ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് 2-3 പ്രാവശ്യം തല ചുറ്റി ഞാൻ അവിടെ അടുത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ട്രിപ്പ് ഇട്ട് കിടക്കുന്നു. അപ്പം ഇങ്ങനെ തലവേദന എനിക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക, എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഞാൻ ടൈഗർ ബാം തന്നെ തേക്കണം. അപ്പം ഞാനൊരു ടൈഗർ ബാം നമ്മൾ നല്ല കട്ടിയിൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ തേക്കുമായിരുന്നു. അപ്പം അങ്ങനെ തേച്ച് എനിക്ക് എൻ്റെ നെറ്റി മൊത്തം പൊള്ളുന്നൊരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഇവിടെ മൊത്തം എൻ്റെ ഈ ഒരു ഷെയ്ഡും ഇവിടുത്തെ ഷെയ്ഡും നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ബ്രൗൺ കളറിൽ നല്ല ബേൺഡ് ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം പൊള്ളിയ സ്ഥലത്ത് ഞാൻ വീണ്ടും ടൈഗർ ബാം തേക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ എനിക്ക് സൺലൈറ്റ് തീരെ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ഞാനൊന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോൾ എടുത്ത് പുതയ്ക്കും, അതേപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൊട യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്നത്. എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ടു, വീണ്ടും ജൂലിയിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു തരം മൈഗ്രെയിൻ ആണ്, ഒന്നും ചെയ്യാനില്ല ആൻഡ്രിയയ്ക്ക് തല കറക്കം വരുവാണെങ്കിൽ ഇവിടെ വരാം, ട്രിപ്പ് ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ല. ഒന്ന് പുറംവേദന വന്ന് അതൊന്ന് കുറയുന്നതിനൊക്കെ മുമ്പ് അടുത്തത് ഇതേ മൈഗ്രെയിൻ രീതിയിൽ വന്നു. അപ്പം പുറംവേദന പിന്നെയും നമുക്ക് പഠിക്കാം, കാരണം ബാക്ക് പെയിൻ അല്ലേ, കുഴപ്പമില്ലല്ലോ, നടന്നാണെങ്കിലും ഞാൻ പഠിക്കും. പക്ഷേ ഇത് തലയായത് കാരണം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എക്സാം വന്നത്. അപ്പോൾ എക്സാം വന്ന സമയത്താണെങ്കിൽ ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റുന്നില്ല, വെളിച്ചത്തിൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഭയങ്കര പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം എക്സാമാണ്. അപ്പം ഞാൻ രാത്രി കിടന്നുറങ്ങി, കാരണം എനിക്ക് പറ്റത്തില്ല ഇരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് പഠിച്ചു. രാവിലെ ഞാൻ എണീറ്റു, എല്ലാവരും ഞങ്ങൾ പ്രയർ ഹാളിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവർക്കെല്ലാവർക്കും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ഉപ്പെല്ലാവരുടെയും കൊടുത്തു. ഞാൻ പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ഇടണം. അവർക്കാണെങ്കിൽ ഒരു അപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അവരും വരണം, എന്നാൽ ഞാനും വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവരൊന്നും ക്രിസ്ത്യൻസ് ഒന്നുമല്ല, ബട്ട് അവരെൻ്റെ കൂടെ വരും. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അവരെൻ്റെ കൂടെ വരും. ഞങ്ങൾ പള്ളിയിൽ പോവും. മേ ബി ചുമ്മാ ഞങ്ങൾ പള്ളിയിൽ പോകണമെങ്കിലും ഞാൻ പറയുന്നത് ചുമ്മാ അവിടെ ആരാധനയുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ആരാധന കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകും. അവരും കൂടെ വരും, അവരും എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ രാവിലെ ഇരുന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. എക്സാം എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. എക്സാമിൽ എൻ്റെ കയ്യിൽ ആകെ കാശ് രൂപ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പ് ഞാനവിടെ എൻ്റെ കയ്യിൽ ഞാൻ എക്സാം ഹോളിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം ഹോളിൽ കയറി. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമാണ്. ഞാൻ എന്തൊക്കെയോ പിടിച്ച് നിൽക്കും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ആകുമ്പോഴും ഞാൻ കാശ് രൂപ പിടിച്ച് സ്ക്രീനിൽ വെക്കും, വിശ്വാസപ്രമാണം ചൊല്ലും. എനിക്കെന്തോ തോന്നുന്നത് എന്തോ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നും, ഓക്കെ ഇതാണെന്നുള്ളത്. ഞാൻ അങ്ങനെ എഴുതും, എക്സാം എഴുതി. റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് അറിയത്തില്ല റിസൾട്ട്. അന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോയില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി, ഞാൻ മാത്രം ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാം. അപ്പോൾ എന്നെ ഫോൺ വരുന്നുണ്ട്, ഇങ്ങനെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായവർക്ക് മാത്രമാണ് മെയിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ ആയി നോക്കി. ഇവർ കാരണം എനിക്ക് എന്തായാലും എനിക്ക് കിട്ടത്തില്ല, കാരണം അവരൊക്കെയാണ് പഠിച്ച ആൾക്കാർ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ അവസാനം നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. പിന്നെ ഇവർക്കൊക്കെ ഫെയിലായെന്ന് പറഞ്ഞ് മെയിൽ വരുന്നു. അപ്പം നേരെ ഉൾട്ടയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കെന്താ മെയിൽ വരാത്തത്, ഇനി വല്ല പ്രശ്നമാണോ? അപ്പം ഞാൻ എൻ്റെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പേർക്ക് വരാത്തതുണ്ട്, ചിലപ്പോൾ നിങ്ങൾ പാസ്സായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവാനൊരു ചാൻസ് ഇല്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നു ഞങ്ങൾ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പാസ്സായപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും, ആൻഡ്രിയ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൻഡ്രിയയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രിയ പ്രാർത്ഥിച്ചാണെങ്കിൽ ആൻഡ്രിയ എക്സാം പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ കളിയാക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ഓക്കെ, അവർ പറയുമ്പോഴാണെങ്കിലും എനിക്കൊരു വിശ്വാസമാണ്, ഓക്കെ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എന്നെ പാസ്സാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു, അമ്മേനോട് പറഞ്ഞു, എൻ്റെ അവിടെ ആ സമയത്ത് ക്രാഷിന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ മാതാവാണ് എന്നെ പാസ്സാക്കിയത്, ഞാൻ എക്സാം പാസ്സായി, ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, ഞാൻ തൈലം ഇതാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് കൃപാസനത്തിൽ വരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ പുറത്ത് വന്ന ടൈമിലാണെങ്കിലും ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. ലൈക്ക് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ റിയൽ ആണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇവിടെ ഒന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലും സൗഖ്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസമായി. ഇപ്പം ഇതിനെപ്പറ്റി എനിക്കറിയാം, കൃപാസനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും കുറേ പേർക്ക് ഇത് ഒരു പുച്ഛമാണ്, ഓക്കെ ഇതൊന്നും റിയൽ അല്ല, ഫേക്ക് ആണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എനിക്ക് ഇതൊക്കെ തന്നത് മാതാവ് തന്നെയാണ്, ആൻഡ് ഇനി ഞാൻ വിശ്വസിക്കും. അപ്പം അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മൈഗ്രെയിൻ തലവേദന എടുക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, കാരണം എക്സാംസ് ഒക്കെ ആയി അടുത്തു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ടെൻഷൻ വരുന്നു, ഒന്നും ആയിട്ടില്ല, ഇവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത്, അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലവേദന എടുക്കുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വെച്ചാൽ നിനക്കിപ്പോൾ തലവേദന എടുക്കുന്നില്ലെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ശരി എനിക്ക് തലവേദന എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓക്കെ എനിക്ക് തലവേദന ഇപ്പോൾ ഇല്ല, എനിക്ക് പ്രശ്നം അങ്ങനെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി, എനിക്കിങ്ങനെ പിന്നെ BP കുറയേ പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരു ഇതും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പം കുറേ സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ തരണം. എല്ലാവർക്കും മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇങ്ങനെ ഡേറ്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്യാൻഡലിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പം എന്തുകൊണ്ട് എനിക്കും തന്നൂടാ, ഞാനും കുറേ പ്രാർത്ഥിക്കുന്നില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു പറഞ്ഞാൽ വി ഹാഡ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. ഇപ്പം ഭയങ്കര അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലല്ല ഞാനും മാതാവും സംസാരിക്കാം. അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മേനോട് സ്വന്തമായിട്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മാതാവിനോട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ താ മാതാവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ട് ആൾക്കാരോട് പറയാൻ, എനിക്കും ഇത് എക്സ്പീരിയൻസ് ആയി, അപ്പോൾ എനിക്കൊരു പ്രൂഫ് ഉണ്ടല്ലോ പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റഡി ഹാളിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് വന്നപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ തരണം, അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിട്ടുന്നൊരു പൂ, അപ്പം അന്ന് എനിക്ക് കിട്ടിയത് മുല്ലപ്പൂവായിരുന്നു. അപ്പോൾ ഞാൻ ആ മുല്ലപ്പൂ എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു പൂ മാതാവിന്, എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്, അപ്പോൾ ഞാൻ ആ രൂപത്തിലുണ്ടെന്ന് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ സാക്ഷ്യത്തിൽ മാത്രമേ കേട്ടുള്ളൂ, ഫസ്റ്റ് ടൈം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൽ എൻ്റെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ അവളെ തട്ടി എണീപ്പിച്ചു, അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അനശ്വര വന്ന് നോക്ക് റൂമിൽ സ്മെല്ലുണ്ടോയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അവൾക്ക് സ്മെല്ലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വേഗം ഓടി താഴെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് സ്മെല്ല് കിട്ടി, മാധവ് എനിക്ക് സിഗ്നൽ തന്നു, നിങ്ങളല്ലേ പറഞ്ഞത് ഫേക്ക് ആയിരുന്നു, ബട്ട് എനിക്ക് ഇത് കിട്ടിയെന്നുള്ളത് ഞാൻ എല്ലാവരോടും എനിക്ക് കരച്ചിലാണോ ചിരിയ എനിക്ക് എന്താ എങ്ങനെയാ ഒരു മൊമെൻ്റ് ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരേണ്ടത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന്. ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് പിന്നെ ഞാൻ റൂമിൽ പോയപ്പോൾ എനിക്കിങ്ങനെ സ്മെല്ല് കിട്ടി. അപ്പം സ്മെല്ല് പോയി. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന എൻ്റെ വരാന്തയിൽ ഞാൻ ഇരിക്കുക. വരാന്തയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും
അപ്പോൾ ഞാനിങ്ങനെ മാധവൻ്റെ പാട്ട് കുറേ കേൾക്കും, മാധവൻ്റെ പാട്ട് കേൾക്കും, ഈശോ പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് എൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു, ഞാൻ രക്തക്കണ്ണീർക്ക് മാധവൻ്റെ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് കേട്ടാൽ ഞാൻ അപ്പോൾ എനിക്ക് ഇമോഷണൽ ആവും, ഞാൻ പെട്ടെന്ന് കരയും. അപ്പോൾ ഞാൻ അത് കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ലൈക്ക് അത് കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ്, എനിക്ക് വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര സന്തോഷമായി. ലൈക്ക് എനിക്ക് വീണ്ടും മാധവ് സിഗ്നൽ തന്നു. അത് ലൈക്ക് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു, എനിക്ക് മാത്രം കിട്ടുള്ളൂ, എൻ്റെ ഫ്രണ്ടിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് വീണ്ടും അവിടെ വെച്ച് വീണ്ടും എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി മാധവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അപ്പം തൊട്ട് എൻ്റെ ലൈഫിൽ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്കറിയാം ഞാൻ സാക്ഷ്യം പറയും. കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ എന്തായാലും വന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും എനിക്ക് മാധവ് എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നു, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. മേ ബി അന്ന് തൊട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓക്കെ അന്ന് തൊട്ട് എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പോലെ ഞാൻ കണ്ണാടി നോക്കി പറയും. അപ്പോൾ എനിക്കിനി വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ പറയും എനിക്ക് മാധവ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ ഞാൻ IMUCT എക്സാം എഴുതാൻ വേണ്ടി പോവുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി, ഒന്നും അറിയത്തില്ല എന്താ എഴുതേണ്ടതെന്ന്. ഞങ്ങൾ അവസാന നിമിഷം നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. എക്സാം ഹോളിൽ കയറി, എക്സാം ഹോളിൽ പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. എക്സാം ഹോളിൽ കയറുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ഇങ്ങനെ പേപ്പറൊക്കെ മറിച്ച് ഇക്വേഷൻസ് നോക്കുന്നു, അത് നോക്കുന്നു. എനിക്കങ്ങനെ ഒന്നും നോക്കാൻ എനിക്ക് എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. ഞാൻ അപ്പോഴും ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനേൻ്റെ ബുക്ക് തുറന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും തൈലൊക്കെ തേച്ച് കൊടുത്തു, ഉപ്പ് കൊടുത്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വിശ്വസപ്രമാണം ചൊല്ലിയിട്ട് കയറണം. ഞാൻ കയറിയത് പെന്ന്, എൻ്റെ കാശ് രൂപം, ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മാധവ് എനിക്കൊരു സിഗ്നൽ താ, എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കയറിയപ്പം മഴ പെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഴ പെയ്യണം, ഞാൻ എക്സാം എഴുതുന്ന സമയം വരെ എനിക്ക് മഴ പെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് അതും മാധവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ എക്സാം എഴുതുന്ന ടൈം മുഴുവനും മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ നിന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം മാധവ് എനിക്ക് സിഗ്നൽ തന്നു എനിക്ക് എക്സാം പാസ്സാവും. കാരണം എനിക്ക് അപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു 100% ഇട്ടിട്ടില്ല. അവിടെയും എൻ്റെ മെറിറ്റല്ല, മാധവിൻ്റെ ഗ്രേസാണ് അവിടെ പ്രവർത്തിച്ചത്. എക്സാം എഴുതി കഴിഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു. കുറച്ച് നാൾ ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പറഞ്ഞു ഓക്കെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഞങ്ങൾ എല്ലാ ദിവസം ഇങ്ങനെ തമാശക്കേണ്ടി പറയാം റിസൾട്ട് വന്നു, നീ പാസ്സായി തോറ്റു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ആൻഡ്രി നീ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പോയി ചുമ്മാ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ ശരിക്കും പാസ്സായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും തോറ്റു. അപ്പോൾ എനിക്ക് അതൊരു വിഷമമായി, കാരണം എൻ്റെ ഫ്രണ്ട്സ് തോറ്റു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പാസ്സായി. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞില്ല ആൻഡ്രയെ കിട്ടും, ആൻഡ്രയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രയെ പ്രാർത്ഥിച്ചു ആൻഡ്രയ്ക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ലൈക്ക് ഈ റിപ്പീറ്റ് ചെയ്ത സമയത്താണെങ്കിലും എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും എന്താ ചെയ്യുന്ന ആൻഡ്രിയ. അപ്പോഴും എനിക്ക് പറയാനൊരു മടിയാണ്, ഇതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നേവിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ആൻഡ്രിയ നാലോചിച്ച് നോക്കാൻ തുടങ്ങി, നീ പറയണ്ട, ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ ഓക്കെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, ഇന്ന കോഴ്സാന്ന് പറയണ്ടെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്, കാരണം ഞാനിതാ പഠിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കോഴ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. അതെനിക്ക് ശരിക്കും മാതാവ് തന്നതാ. അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായി. അടുത്തത് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ എൻ്റെ ലോണിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും അല്ല മാതാവ്. അപ്പം ലോണിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ അമ്മ പോകുന്നുണ്ടെങ്കിലും ഉപ്പെല്ലാം അവിടെ കൊണ്ടുപോയി ബാങ്കിലൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറ്. അങ്ങനെ എനിക്ക് ലോണെല്ലാം സാങ്ഷനായി. എല്ലാം ഒരു ഇതും കൂടാതെ മാതാവ് എനിക്കെല്ലാം സാധിച്ചു തന്നു. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അപ്പം എനിക്കറിയാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയാം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും ഓക്കെ എനിക്കിങ്ങനെ ഉണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. അടുത്ത പ്രേസ് പ്രവർത്തനങ്ങൾ ഞാൻ പത്രങ്ങൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു പത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാവർക്കും. പക്ഷേ ഞാൻ സ്വയം എളിമപ്പെട്ട് ഞാൻ ആദ്യം ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻസിൽ, ബസ് സ്റ്റാൻഡ്സിൽ, എൻ്റെ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി. വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും. നമുക്ക് റിജക്ഷൻസ് കിട്ടും. എല്ലാവരും പറയാം എനിക്ക് വേണ്ട. ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ചിങ്ങനെ നോക്കും, ഈ കൊച്ചിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിയില്ല അല്ലെങ്കിൽ ബോധമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പലതവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാതാവിനെ പ്രതി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുവാണ്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേസ് പ്രവർത്തനം നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ സ്വയം അത്രയും താന്നിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ ഷോകൾ ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അത് ചെയ്തതുകൊണ്ടാണ് മേ ബി ഇത്രയും റിസൾട്ട്സ് എനിക്ക് കിട്ടി തുടങ്ങിയത്. സ്വയം താന്ന് ഞാൻ അത്രയും ഇത് ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോവും, രോഗികളെ കാണും, അവർക്കൊക്കെ വേണ്ടിയിട്ട് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കും, അവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ പറ്റി പറയും. അങ്ങനെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ്
ഇതൊക്കെ ഞാൻ പോകുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പോകാറ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകാറ്, അവരെയും കൂടെ ഞാൻ കൊണ്ടുപോകാറ്. അവർക്കും അറിയണം എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ അങ്ങനെ തേക്കിങ്ങാട് മൈതാനത്തിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കാറുണ്ട്. സോ അവർക്കൊക്കെ പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. സോ അവിടെ ആണെങ്കിലും പോകുമ്പോഴാണെങ്കിലും, ഇപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ കുറേ പേര് രോഗികളുണ്ടാവും. സോ ഞാൻ അവർക്കും കൊണ്ടിട്ടാണെങ്കിലും പത്രങ്ങൾ കൊടുക്കാറുണ്ട്. കുറേ പേര് ഒന്ന് ചോദിക്കും, കൃപാസന എന്താണ് മോളെ, എന്താ അവിടെ ശരിക്കും ഉള്ളതെന്ന്. അപ്പോൾ എനിക്കും കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ യൂണിഫോമിൽ തന്നെ ഫുൾ യൂണിഫോമിൽ വന്ന് പറയുമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി പറ്റി. കുറച്ചും കൂടെ ഒരു ഇപ്പോൾ ഓരോ പ്രാർത്ഥനയാണെങ്കിലും പാട്ടാണെങ്കിലും ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങി. എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് കുർബാന കാണാൻ വേണ്ടി എനിക്ക് പറ്റി, അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി. കുമ്പസാരാണെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാന കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയി കുർബാന കാണാറുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും പോയി കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് ആത്മീയമായ മാറ്റങ്ങൾ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല. ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ വചനങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ മെയിനായിട്ടും അച്ഛൻ്റെ ടോക്സ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഇതേപോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കരമായി വന്ന മാറ്റം. ഇപ്പം അത് ഞാൻ സിനിമ കാണാൻ ഉപയോഗിച്ച ടൈമായിരുന്നു, അല്ലെങ്കിൽ വേറെ പല റീൽസ് കാണുന്ന സമയമായിരുന്നു. ബട്ട് അതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിന് പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി എന്നും മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാണെന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കാണ്ട് വന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ. എൻ്റെ പേര് അതുല്യ. ഞാൻ +2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്തത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും,
എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ രണ്ടിടത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ രണ്ടിടത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണേലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മേ എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടിടത്ത് എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലുമായിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി, നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും, നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാൻ അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്കറിയാം, ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണല്ലോ എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിനൊരു റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി, എനിക്ക് 2ഇടത്തും പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊടുത്തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്തിരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ എല്ലാ കൊച്ചു കൊണ്ട് തന്നു. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്, സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയരികിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളാണ്, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം
ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിള് എന്നും അരമണിക്കൂർ ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തീരുകലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾ. പേര് ഏഞ്ചൽ മരിയ ബിജു. ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ ഞാൻ സുവിശേഷ പ്രഘോഷണം എൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഗവൺമെൻറ് കിട്ടാനൊരു മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രില്യൻറ്റ് പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പുമാണ് ചെയ്തത്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ്, അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ. ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 481 സ്കോർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ്, പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ലൈവെല്ലാം ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷ പ്രഘോഷണമാണെങ്കിലും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ പോലും കർത്താവിനെ വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ OMR റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് 481 ഉണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ. അതേ മാർക്ക് തന്നെ മാതാവ് ഒരു മാർക്ക് പോലും കുറയാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിൽ ഒരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റാങ്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള റാങ്കൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു, എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അതെൻ്റെ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത്. മാതാവ് പറയുന്നു എൻ്റെ മോളല്ലേ, ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ. എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും, അത് പക്ഷെ താമസം ഉണ്ടാവും, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത്. അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച, എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ അവരുടെ മുമ്പ് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്.
അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോടൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് MBBSഉം ഗവൺമെൻറ് BDSഉം 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDSൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച് അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21 ഒരു വിജ്ഞാപനം വന്നു. അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റിൽ കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം, ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച്, അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അൽ-അസ്സർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. നവംബർ 15 എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവ് എന്നെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഈ നമ്പർ 308 വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു, നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു. ഞാനിപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഡയബറ്റിക്സ് രോഗം ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ കാലിൽ മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ വ്രണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു, മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന്. അതെൻ്റെ അച്ചാച്ചനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു, ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ. പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു. ഇനി എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണ്, അത് അച്ചാച്ചൻ പറയും. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അമ്മയെ സ്തുതി, അമ്മയെ മഹത്വം. എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ഉടമ്പടിയുടെ ബലത്തിൽ ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയുണ്ടായി. കടം എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു 10-75 രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു. ബിസിനസ് ഫ്ലോപ്പായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ശകലം പൈസ വന്നു. ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് ഉള്ളത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട്, ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി. പ്രത്യേകിച്ചൊരു കാരണമില്ല, തല്ലി. ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കോടതി കേസ് ഫയൽ ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഫയൽ ചെയ്തു. കേസുമായിട്ടൊരു 3 വർഷം മുന്നോട്ട് പോയി. 3 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി. അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത്. വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ലക്ഷം രൂപ
എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അതിന് പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു. അത് പ്രൂഫ് ഉണ്ടോയെന്ന് പറഞ്ഞു. അത് എന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത കോടതി കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. ആ കേസ് തള്ളിപ്പോയി. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ MBBS കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുകയാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാവ് കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലമൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ അവിടെ ബാലികാ ഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ